ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ പൊന്നുകുട്ടീനെയും കൊണ്ട് ഒന്ന് രണ്ട് കാര്യത്തിന് പുറത്ത് പോകണം. അപ്പോൾ ഒന്ന് ശനിയാഴ്ച പൊന്നുകുട്ടിക്ക് ക്ലാസ് ഇല്ലായിരുന്നു. നമ്മുടെ കണ്ണൻകുട്ടനെ അംഗനവാടിയുണ്ട്. അപ്പോൾ കണ്ണൻകുട്ടനെ അംഗനവാടി വിട്ടിട്ട് നമ്മുടെ പൊന്നുകുട്ടീനെയും കൊണ്ട് ഒരു കുഞ്ഞ് ഔട്ടിങ്. അച്ഛനില്ല, റേഷനും ജോലിക്ക് പോയി രാവിലെ. അപ്പോൾ ദേ കണ്ണൻകുട്ടന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം കുളിപ്പിച്ച് ഒന്ന് കണ്ണൻകുട്ടനെ അറിയാതെ വേണം എനിക്കും പൊന്നുകുട്ടിക്കും പുറത്ത് പോകാനായിട്ട്. അപ്പോൾ ഞാനും പൊന്നുകുട്ടിയും ഇതിനു മുമ്പ് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കണ്ണൻകുട്ടനില്ല, അതൊരു രസമല്ലേ. വല്ലപ്പോഴും നമ്മൾ ഇതുപോലെ കുഞ്ഞിനെ ഇപ്പം കൊണ്ടുപോകുന്നതൊക്കെ അവർക്കൊരു ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ കണ്ണൻകുട്ടനെ അംഗനവാടി കൊണ്ടുവിടാനായിട്ട് പൊന്നുകുട്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പൊന്നുകുട്ടി കൊണ്ട് വിട്ടോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ കണ്ണൻകുട്ടനെ അംഗനവാടിയിൽ പൊന്നുകുട്ടി കൊണ്ടുവിടുകയാണ്. അപ്പോൾ അതിന് ശേഷം എനിക്കും പൊന്നുകുട്ടിക്കും പോകാനായിട്ട് റെഡി ആകണം. ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാനും പൊന്നുകുട്ടിയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത്, ഞങ്ങൾ 2 വീലറിലാണ് കേട്ടോ പോകുന്നത്. ഇതാണ് എൻ്റെ 2 വീലർ. അപ്പോൾ ഞാനും പൊന്നുകുട്ടിയും കൂടെ പോവാണ്. ആദ്യം ഞങ്ങൾ പോകുന്നത് പൊന്നുകുട്ടിയുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്, കുറച്ചങ്ങ് പോകണം കേട്ടോ. നമ്മുടെ അക്ഷയ സെൻറ്ററിലുണ്ട്. അപ്പോൾ ആദ്യം അവിടെ ചെന്നപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് ആളുകൾ അവിടെ വെയിറ്റിങ്ങിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. പൊന്നുകുട്ടിയുടെ ആധാർ പൊന്നുകുട്ടി ജനിച്ച് 6 മാസം ഉള്ളപ്പോൾ എടുത്തതാണ് കേട്ടോ. 6 or 7 മാസം ഉള്ളപ്പോൾ എടുത്താണ്. കുഞ്ഞ് വാവയായിരുന്നപ്പോൾ എടുത്താണ്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കുകയാണ്. പൊന്നുകുട്ടിക്ക് ഭയങ്കര സന്തോഷം, ഇതുപോലൊരു സംഭവത്തിൽ ഇങ്ങനെ നോക്കുക അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ആധാർ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്തൊക്കെ കിട്ടി, ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. പൊന്നുകുട്ടി ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾക്കൊന്ന് ലൈബ്രറി പോകണം കേട്ടോ. നമ്മുടെ ഇവിടെ മുനിസിപ്പാലിറ്റിയിലാണ് ലൈബ്രറി. അപ്പോൾ അവിടെ ഒന്ന് പോകണം. പൊന്നുകുട്ടിക്കൊരു ഇത് എടുക്കണമെന്നാണ് വിചാരിച്ചത്. ഒരു പുതിയൊരു നമ്മൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാൻ മെമ്പർഷിപ്പ് എടുക്കുമല്ലോ. അപ്പോൾ അത് എടുക്കണമെന്നും പറഞ്ഞാണ് ചെന്നത്. പക്ഷെ അവിടെ ക്ലോസ് ആണ് കേട്ടോ. രാവിലെയും വൈകിട്ട് 4 മണിക്ക് ശേഷം എന്തോ ഓപ്പൺ ആക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. നട്ടുച്ച സമയമാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 12:30-1 മണി സമയമാണ്. അതിന് ശേഷം ഞങ്ങൾ ചേർത്തല KSRTC സ്റ്റാൻഡിനടുത്ത് 4 ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി ബേക്കറി ഉണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ കയറി നമ്മുടെ പൊന്നുകുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഒന്നും ഇല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. നമ്മുടെ കണ്ണൻകുട്ടനാണെങ്കിൽ തണുപ്പ് അടുത്തുകൂടി പോകാൻ പറ്റത്തില്ല. അപ്പോൾ കണ്ണൻകുട്ടനെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇതുപോലുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് വന്ന് നിൽക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ ഈ ഷോപ്പ് കാണാനായിട്ട്. ഇങ്ങനെ ബൾബൊക്കെ തൂക്കിയിട്ടിട്ട് നല്ല പച്ചപ്പ് പോലെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മുടെ KSRTC സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം ഞങ്ങളൊരു സ്ട്രോബെറിയുടെ ഷേക്കാണ് കേട്ടോ, ഷാർജ ഷേക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതെനിക്കാണ് കേട്ടോ സ്ട്രോബെറിയുടെ ഷാർജ ഷേക്ക്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്കുള്ളത് ആദ്യം വന്നു കേട്ടോ. അതിന് ശേഷം നമ്മുടെ പൊന്നുകുട്ടിക്കുള്ള സാധനം വന്നു കേട്ടോ. ഫലൂഡയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അത് ഫ്രൂട്ട്സൊക്കെ അല്ലേ പൊന്നുകുട്ടിക്ക് നല്ലതല്ലേ, ഹെൽത്തിന്. ഫ്രൂട്ട്സ് അല്ലേ, ആപ്പിൾ എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സാധനമല്ലേ, അതിൻ്റെ കൂടെ ഐസ്ക്രീമും എല്ലാം കൂടെ കൂട്ടി നല്ല സെറ്റപ്പ് സാധനമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനത് ഓർഡർ ചെയ്തു കേട്ടോ. പക്ഷേ പുള്ളിക്കാരിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരിക്ക് ഫലൂഡ അതിൻ്റെ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടോ, ഫ്രൂട്ട്സ് അങ്ങോട്ട് കഴിക്കണില്ല കേട്ടോ. അതിനകത്ത് സേമിയൊക്കെ ഇട്ടിട്ടുണ്ട്, പല ലെയറായിട്ട് പല ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ. പിസ്ത, സ്ട്രോബെറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ പക്ഷേ സംഭവം എന്ന് വെച്ചാൽ പൊന്നുകുട്ടി അങ്ങോട്ട് ഷാർജ ഷേക്കും കഴിച്ചു. ഞാനാണ് പിന്നെ ബാക്കി നമ്മുടെ ഫലൂഡ കഴിച്ചത് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ കഴിപ്പിച്ചു കേട്ടോ. കഴിച്ചേ പറ്റുള്ളൂ, ഫ്രൂട്ട്സ് അല്ലേ, ഇത് കഴിക്കണം, നല്ലതാണ്, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ചത്. സേമിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. നമ്മൾ സേമിയ പൈസയില്ലേ, അതിൻ്റെ സേമിയൊക്കെ ഇട്ടിട്ട് പ്രത്യേക ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്ട്രോബെറി ഷേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ പൊന്നുകുട്ടീനെ ഞാൻ വഴക്ക് പറയിച്ച് നമ്മുടെ ഫലൂഡയും കഴിപ്പിച്ചു കേട്ടോ. അപ്പോൾ അത് രണ്ടിനും കൂടെ ഏകദേശം
190 റുപ്പീസേ ആയിട്ടുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ദേ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ദേ ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ദേ വണ്ടിയുടെ പേര് മണിക്കുട്ടി എന്നാണ് കേട്ടോ. ഇതിന് ശേഷം ഞങ്ങളത് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. നട്ടുച്ച സമയത്ത് ഷേക്കൊക്കെ കഴിക്കാൻ വന്ന ഒരമ്മയും മോളുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.